ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം വളരെ ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. അത് അനേകരുടെ ഫീഡ്ബാക്ക് ലഭിപ്പാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ട് അനേകർ വിളിക്കുവാനൊക്കെ ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസന്റെ ക്ലാസ്സുകൾ വീണ്ടും ഒരു അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാത്രി താൻ എടുക്കുന്ന ക്ലാസ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും, പിന്നീട് ഇത് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് നാം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തായിട്ട് നാം എല്ലാവരും ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വലിയവനായ ഞങ്ങളുടെ ദൈവമേ, കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അകപ്പെ ബൈബിൾ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കോളേജിന്റെ എല്ലാ ഭാരവാഹികളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭാഷയും ഭാഷയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്ലാസ്സുകൾ എടുക്കുന്ന 5 ഭാഷന്മാരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സ്റ്റുഡന്റും അറ്റൻഡ് ചെയ്യാനുള്ള കൃപ നൽകണമേ കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന നമ്മുടെ CV ആൻഡ്രൂസ് പാസ്റ്റർ അവർകളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസനെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എടുക്കുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്കും പ്രയോജനമാകുവാനും മറ്റുള്ളവർക്കും ഞങ്ങൾ പ്രയോജനപ്പെടുത്തുവാനും ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാസ്റ്ററെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, ശക്തീകരിക്കണേ, സഹായിക്കണേ, നീതിയും വലങ്കരത്താൽ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ കോളേജിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ആദ്യം മുതൽ അന്നം വരേക്കും അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ വെളിപ്പാട് കർത്താവെ, ഇന്നത്തെ ദിവസം അത് എടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല വിധമായി മനസ്സിലാവുവാനും കർത്താവെ അങ്ങയുടെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നല്ല ജ്ഞാനത്തെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണല്ലോ കർത്താവെ. ജ്ഞാനത്തോടെ ഞങ്ങൾ പഠിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ അങ്ങനെയുള്ള എല്ലാവരെയും, എല്ലാ മെമ്പേഴ്സിനെയും, എല്ലാ ഭാഷയെയും, എല്ലാ ഭാരവാഹികളെയും എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കും, ആസ്വദിക്കും. ആദ്യം മുതൽ അന്തം വരേക്കും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ക്ലാസ്സിനോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ ലീല കൃഷ്ണൻ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ലാസ് അനുഗ്രഹമായി തീരും. ബൈബിള് വായിക്കുവാൻ പറഞ്ഞിട്ടുള്ളവരുടെ ലിസ്റ്റ് കർത്താവിന്റെ ദാസന് ഞാൻ കൈമാറിയിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും വായിക്കുക. ദൈവം സഹായിക്കട്ടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവഹിതമായ എൻ്റെ ഓർഡിനേഷൻ സർവീസിന് വേണ്ടി ഇപ്പോൾ ഇവിടെ 6:40 ഇന്ന് വൈകിട്ട് ഡാലസിന് യാത്ര തിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കണം. 7 യാത്ര ഞങ്ങൾ കുടുംബമായിട്ടാണ് പോകുന്നത്, ഞാനും എൻ്റെ വൈഫും. നിങ്ങൾ പ്രത്യേകാൽ ആ ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അതിനടുത്തുള്ള പ്രിയപ്പെട്ടവരെ എല്ലാം വളരെ വളരെ ആത്മാർത്ഥതയോടെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ആദരവിനും എല്ലാം ബഹുമാനത്തിനും നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ എല്ലാം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഇന്നത്തെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 11ാമത്തെ ലെസണിലേക്കാണ് നമുക്ക് കടന്നു വരുവാനിടയായത്. നിങ്ങളെല്ലാവരെയും ആഴ്ചയിൽ ഒന്ന് കാണുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ബൈബിൾ കോളേജ് ഇങ്ങനെ ലീഡ് ചെയ്യുവാനും എന്നെ കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുവാൻ തൻ്റെ ദാസനുണ്ടായ ആത്മപ്രേരണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ലാലു എന്ന ഓമന പേരിലാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഓർഡിനേഷൻ ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർഡിനേഷൻ സർവീസ് ഏറ്റവും മനോഹരമായി നടക്കട്ടെ. അമേരിക്കയിൽ തന്നെയാണ്, പക്ഷേ എനിക്ക് ഡാളസിൽ യാത്ര ചെയ്യാൻ തക്കണം ആഗ്രഹമുണ്ടെങ്കിലും ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുള്ളതുകൊണ്ട് നടക്കാൻ തക്കണം ഒക്കത്തില്ല.
എങ്കിലും ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. ഇനിയും ശുശ്രൂഷ ഒരു വ്യത്യസ്തമായ നിലയിൽ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ പകരുമാറാകട്ടെ. അവിടെ ഒരു ആരാധനാ ഹോൾ എടുത്തു. അതിന്റെ സമർപ്പണം ശുശ്രൂഷയായിരുന്നു കഴിഞ്ഞ ആഴ്ച. പാസ്റ്റർ ഷാജി ദാനിയേൽ എന്നോട് പറയുകയുണ്ടായി, അനേക ആത്മാക്കളെ തന്ന് ആ സഭ നിറയ്ക്കട്ടെ. അനേകര് ഈ ബൈബിൾ കോളേജ് പഠിച്ച് അത് അഭ്യസനം പ്രാപിച്ച് കർത്താവിന്റെ വേലയിൽ അനേക സുവിശേഷ വേലക്കാർ ഇറങ്ങുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ഷാജി ദാനിയേൽ എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. ദൈവം തന്നിൽ കൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മഞ്ഞും മഴയും അയച്ച് ആശീർവദിക്കട്ടെ. അധിക സമയം മുഖവര പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദൈവദാസന്മാർക്കും വന്ദനം, എല്ലാ സഹോദരി സഹോദരന്മാർക്കും വന്ദനം. പല സ്റ്റുഡൻസ് എനിക്ക് അത് ടെക്സ്റ്റ് അയക്കാറുണ്ട്, നിങ്ങളെ അനുകരിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം, ഞാൻ ഏത് സമയത്തും ഫ്രീ ആണ്. എല്ലാ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുക്കത്തില്ല, വിളിക്കത്തില്ല. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ടെക്സ്റ്റ് അയക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ 11ാമത്തെ ലെസണിലെ വെളിപ്പാട് 5 പേരുടെ പേരാണ് എനിക്ക് തന്നിരിക്കുന്നത്. കൂട്ടത്തോടെ വായിക്കരുത്, അതിൻ്റെ മുറയ്ക്കനുസരിച്ച് വായിക്കണം. എപ്പോഴും പേര് പറയാൻ ഒക്കത്തില്ല. ബിൻസി, അജു, സാറ, മേഴ്സി, ഫിലിപ്പ്, സുജ, രാജു, ജോൺസൺ, ഗാന്ധിനഗർ. ഈ 5 പേരുടെ ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ആദ്യം വായിക്കാൻ പോകുന്നത് ബിൻസിയാണ്. രണ്ടാമത് അജു വായിക്കും. മൂന്നാമത് മേഴ്സി ഫിലിപ്പ് വായിക്കും. നാലാമത് സുജ വായിക്കും. അഞ്ചാമത് ജോൺസൺ. പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണം. അതുകൊണ്ട് എല്ലാം കൂടെ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇടിവെട്ട് പോലായി പോകും. അതുകൊണ്ട് നമ്മൾ പറയേ എല്ലാവരും നല്ല ഒരുക്കത്തോടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ എല്ലാ ഉത്സാഹത്തെയും ഞാൻ മാനിക്കുന്നു. ഞാനിപ്പോൾ തൂലിക ടിവിയിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് 15 മിനിറ്റ് ആയുള്ളൂ. പെട്ടെന്നൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12ഉം 13ഉം വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. ബിൻസി, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു ആറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണേ. വായിക്കുന്നവർ പ്രത്യേകിച്ച് വീഡിയോ ഓൺ ചെയ്യണം. കാരണം എനിക്ക് നിങ്ങളുടെ മുഖം കാണണം. നിങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാണ് എനിക്ക് വലിയ സന്തോഷം. നിങ്ങളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എൻ്റെ ജീവിതം എന്തൊരു സന്തോഷമാണെന്നറിയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ ആ 24 സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാ 24 സിംഹാസനത്തിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മുഖം തിരിച്ചും ഓഫ് ചെയ്തും ഉറങ്ങി അങ്ങനെ ഇരിക്കാനില്ല. ഇപ്പം തന്നെ നമ്മളത് പരിശീലിക്കണം. പാടുവാനും പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ പറയാനും ഒക്കെ നമ്മൾ ഇപ്പം തന്നെ ട്രെയിനിങ് പ്രാപിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതേ ഉള്ളവിടെ ആരാധനയുള്ളൂ. അവിടെ ബൈബിൾ ക്ലാസ് ഒന്നുമില്ല, അവിടെ ഉപവാസ പ്രാർത്ഥനയില്ല, അവിടെ പ്രാർത്ഥനയില്ല, അവിടെ എപ്പോഴും ആരാധന. അത് തകർത്ത ഇടിമുറുക്കം പോലെ. ആകയാൽ ഇപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാൻ തക്ക ഇടയാകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയം 10-ാം അധ്യായത്തിൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആ കർത്തൃ ദിവസം എന്താണെന്നുള്ളത് ഞാൻ നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കാൻ തക്കൊടിയായി. ഇനി ആ വിഷയത്തിലേക്ക് പോകാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. നമുക്ക് മുൻപോട്ട് തന്നെ പോകാം. വെളിപ്പാട് പുസ്തകം 1 മണിക്കൂർ. ഞാൻ കറക്റ്റ് 9 മണിയാകുമ്പം ഇവിടെ 9:10 കറക്റ്റ് 10 നാം നിർത്തും, അല്ലേ എൻ്റെ പ്രിയ ലാലു ഇറങ്ങിപ്പോവും. അതുകൊണ്ട് അത് ഞാൻ സമ്മതിക്കത്തില്ല. കറക്റ്റ് 10 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. ഞാനൊരു ടൈം പാലകനാണ്. അദ്ദേഹം ടൈം പാലകൻ. ഒരു സഭാശുദ്ധൻ അനുഷ്ഠിക്കേണ്ട ഒരു വിഷയമാണ് ടൈം പാലിക്കുക എന്നുള്ളത്. ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വായിക്കുന്നു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു എന്നാണ് വായിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ 12 ദിവ്യ ശ്രേഷ്ഠതകൾ വിവരിച്ചിരിക്കുന്ന ഒരധ്യായമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. 3 ഭാഗമായി വെളിപ്പാട് പുസ്തകത്തെ തിരിച്ചിരിക്കുന്നല്ലോ. അതിൻ്റെ 19-ാമത്തെ വാക്യം, നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനിമേൽ സംഭവിക്കാതിരിക്കുന്നത്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 വിഭജനം. അതിൽ നീ കണ്ടതാണ് ഇപ്പോൾ നീ കാണുന്നത് എന്ന് വായിക്കുന്നില്ലേ, അവിടെ മുതലാണ് നീ കണ്ടത്. ഇതുവരെയും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ മഹത്വവും മേഘാരൂഢനായി പ്രത്യക്ഷപ്പെടുന്നതും അൽഫയും ഒമേഗയും എന്നുള്ള വിഷയമൊക്കെ നമ്മൾ ആഴമായി പഠിച്ചു. കർത്താവിൻ്റെ ദിവസം വന്നപ്പോൾ, കർത്തൃ ദിവസം ലോർഡ്സ് ഡേ വന്നപ്പോൾ താൻ ആത്മവിവശനായി ആത്മാവിലായി എന്നാണ്. ആത്മാവിലായി ദൈവത്തെ സ്തുതിച്ചു. വളരെ സുബോധത്തോടെ വ്യക്തമായ അറിവോടുകൂടി
താൻ നോക്കി കണ്ടാണ് എഴുതുന്നത്. കാരണം പറയുന്നത് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതണമെന്നാണ് കടന്നു വന്നിരിക്കുന്ന വ്യക്തി ഇവിടെ പറയുന്നത്. നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിനൊത്ത ഒരു ശബ്ദം, മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ഈ മഹാനാദം താൻ അതേ നോക്കിയപ്പോൾ ശബ്ദം കേൾക്കുകയായിരുന്നു ചെയ്തത്, ശബ്ദം കാണുകയല്ലായിരുന്നു. കേട്ടപ്പോൾ ഇതെന്തെന്നറിയാൻ തക്കൊണ്ണം താൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ഇന്ന് അനേകർക്ക് ദൈവശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. നമ്മളെല്ലാം വിളിച്ച വിളി ശ്രേഷ്ഠ വിളിയാണ്. നോക്കണമേ, താൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? 7 പൊൻനിലവളുക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടിയ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഈ വെളിപ്പാട് പുസ്തകം ഈ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ 12 ദിവ്യ ശ്രേഷ്ഠതകൾ നമ്മളത് ഓരോന്നായിട്ട് പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. അത് വിഭജിച്ച് പഠിക്കാൻ പോവുകയാണ്. അത് ഞാനൊന്ന് പറഞ്ഞു വിടാം. 1, കടന്നു വന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ കണ്ടപ്പോൾ നിലയങ്കി ധരിച്ചിരിക്കുന്നു. 2, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. 3, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ആയിരിക്കുന്നു. 4, അഗ്നിജ്വാലിക്കൊത്ത കണ്ണ്. നിങ്ങൾ അവിടെ തന്നെ എഴുതണം, ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ അങ്ങ് നമ്പർ ഇട്ടാൽ മതി. 4, അഗ്നിജ്വാലിക്കൊത്ത കണ്ണ്. 5, കാല് ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. 6, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7, അവന്റെ വലം കൈയിൽ 7 നക്ഷത്രം. 8, വായിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തന ഉള്ള വാൾ. 9, മുഖം സൂര്യനെ പോലെ ഇരിക്കുന്നു. 10, ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. 11, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ. 12, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ. ഈ 12 ദിവ്യ വിശേഷതകളോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ കാണുന്നത്. ദൈവമക്കളെ, നിങ്ങൾ എൻ്റെ കൂടെ ശാന്തമായിട്ട് വരണം. നിങ്ങൾ വെളിപ്പാട് പുസ്തകം നിങ്ങൾ മൊത്തം കാണാതെ പഠിക്കത്തക്ക നിലയിൽ അത് ഞാൻ ആക്കിത്തരാം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ, ദൈവം കൃപ തരികയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായ നിലയിൽ പിതാക്കന്മാർ പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ഒരു വാക്കുപോലും പറയാതെ അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ആത്മനിറവോടെ ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്ന എനിക്കും ആത്മനിറവ് വേണം, നിങ്ങൾക്കും ആത്മനിറവ് വേണം. ആത്മനിറവോടെ ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ തക്കൊണ്ട് കഴിയത്തുള്ളൂ. ഇവിടെ വായിക്കുന്നത് യേശു ക്രിസ്തുവിനെ കാണുന്നത് 7 നിലവിളക്കുകളുടെ നടുവിലാണ്. 7 നിലവിളക്കുകളുടെ നടുവിൽ ആണ് യേശു ക്രിസ്തുവിനെ കാണുന്നത്. അവിടെ 7 നിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാകുന്നു എന്ന് പ്രത്യേകമായിട്ട് 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലുണ്ട്. ആസിയയിലെ 7 സഭകൾ അവൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കാഹളത്തിനൊത്ത ഒരു ശബ്ദം കേട്ടു. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കും. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യം ഒന്ന് വായിച്ച് അടുത്തയാണ്. കർത്താവ് താൻ ഞാൻ പറഞ്ഞു താമസിക്കില്ല. നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിലും കാഹളം ധ്വനിക്കും. ഇവിടെ കാഹളനാദത്തിന് ഒത്ത ഒരു ശബ്ദം കേട്ടതാണ് വായിക്കുന്നത്. പഴയ നിയമത്തിൽ കാഹളത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. നിങ്ങൾ അതേ സംഖ്യാപുസ്തകം 10-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാഹളത്തെക്കുറിച്ച് കാണാൻ കഴിയും. നമ്മളത് ഇനി പഠിക്കാനുള്ളതാണ്. ഇസ്രായേൽ ജനം പാളയം പുറപ്പെടുവിക്കാൻ നേരത്ത് കാഹളം ഊതണം. സഭയെ വിളിച്ചു കൂട്ടാൻ തക്കണം കാഹളം ഊതണം. നിങ്ങളെ ഞെരുക്കുന്ന ശത്രുക്കളുടെ നേരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഗംഭീരധ്വനിയായി കാഹളം ഊതണം. യെരികോ കോട്ട ഇടിയാൻ നേരത്ത് പുരോഹിതന്മാർ കാഹളം ഊതി. എസെക്കേൽ പ്രവചനം 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദേശത്തിന്റെ മേൽ ന്യായവിധി വരുമ്പോൾ കാഹളം ഊതണം. ഇവിടെ എല്ലാം കാഹളത്തിന്റെ പ്രാധാന്യത നമ്മൾ കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിലും കാഹളം ധ്വനിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടിയാണ്
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നാൽ അവിടെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ നിലയിലുള്ള പ്രത്യേകതകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല. അവിടെ വിവരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായി കിടക്കുമ്പോൾ, ഒരു തടവുള്ളിയായി അവിടെ കിടക്കുന്ന സമയത്ത് കർത്താവിന്റെ ദിവസം വന്നപ്പോൾ, ഞായറാഴ്ച ദിവസം വന്നപ്പോൾ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വന്നപ്പോൾ, അതേ പന്ത് ആരാധിച്ചതുപോലെ ആരാധിക്കുന്ന ദിവസം വന്ന സന്ദർഭത്തിൽ അവൻ എഴുന്നേറ്റ് ആരാധിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ അരികിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് 12 ദിവ്യ വിശേഷതകളോടുകൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് യോഹന്നാൻ അവിടെ കാണുവാനിടയായി തീർന്നത്. കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ സമയത്ത് യോഹന്നാൻ എന്ത് ചെയ്തു? ആ പുറകിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്ന അറിയാൻ തക്കവണ്ണം അതേ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ കാഴ്ച താൻ കാണുന്നത്. പലരും അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന അനുഭവങ്ങൾ കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ ആത്മാവിലായതുകൊണ്ട് ഈ ഒരു മഹാനാദത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആ മഹാനാദം എന്താണെന്ന് തനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ തിരിഞ്ഞു നോക്കി. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇതുപോലുള്ള അനുഭവം ഉണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയ പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒന്ന് വായിച്ചാട്ട് യോഹന്നാൻ 20, മോളെ വായിക്കട്ടെ, വാക്യം പറഞ്ഞിട്ട് എല്ലാവരും എഴുതി കേൾക്കട്ടെ. യോഹന്നാൻ 20:14 വായിച്ചു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവൾ ആരാ? മഗ്ദലക്കാരത്തി മറിയയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതേ കല്ലറ കാണാൻ തക്കൊണ്ടോ മഗ്ദലക്കാരത്തി മറിയ കടന്നു ചെന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയക്കാണ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സന്ദേശമായി ആദ്യം മഗ്ദലക്കാരത്തി മറിയക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. മർക്കോസ് 16-ന്റെ ആ 2nd പാരഗ്രാഫിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അതിനുശേഷം ചില സ്ത്രീകൾക്ക് 3 സഹോദരിമാർക്ക് പ്രത്യക്ഷപ്പെട്ടു. മത്തായി 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അതിനുശേഷം 4-5 സ്ത്രീകൾക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തെ കാര്യം പറയുന്നത് കേട്ടോ. ആഴ്ചവട്ടത്തിന്റെ ഞായറാഴ്ച ദിവസത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. ആദ്യം മഗ്ദലക്കാരത്തി മറിയയ്ക്ക് മർക്കോസ് 16-ന്റെ 8-9, പിന്നെ അതേ ചില സഹോദരിമാർക്ക് 3 സഹോദരിമാർക്ക് മത്തായി 28-ാം അധ്യായം അതേ താഴത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ 3-ലധികം സ്ത്രീകൾക്ക്, ആ സ്ത്രീകൾ വന്ന് പറയുമ്പോൾ വേറെ കുറെ സ്ത്രീകൾ ഓടിപ്പോയി, അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് 3-ാമത്തെ പ്രത്യക്ഷത. അതിനുശേഷം പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്. ഇത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം മാത്രം പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന അവൾ കല്ലറയ്ക്ക് ചെന്നപ്പോൾ കുനിഞ്ഞു നോക്കി യേശു ക്രിസ്തുവിന്റെ ശരീരം മാത്രമേ കണ്ടുള്ളൂ. അത് ശരീരം കണ്ടില്ല. അവിടെ തന്നെ ചുറ്റിരുന്ന തുണികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഒരു ദൂതൻ ഒരു പുരുഷൻ കാൽക്കലും ഒരു പുരുഷൻ തലയ്ക്കലും ഇരിക്കുന്നു. അതേ, സ്ത്രീയെ നീ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. നസറേനാകുന്ന യേശുവിനെ എന്ന് പറഞ്ഞു. അവൾ പുറത്തിറങ്ങി കരഞ്ഞോണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ കല്ലറയ്ക്ക് അകത്തുള്ള പുരുഷന്മാരും വിളിച്ച സ്ത്രീയെ നീ എന്തിനു കരയുന്നെന്നാണ് ചോദിച്ചത്. അവർ കല്ലറയ്ക്ക് പുറത്തിറങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് നോക്കണമേ, പുറകിൽ നിന്നൊരു ശബ്ദം, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അത് ആരുടെ ശബ്ദമായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട് നമുക്ക് അതെന്താണെന്ന് അറിയാൻ തക്കണം തിരിഞ്ഞു നോക്കി. നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം ഉണ്ടാകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതെന്തെങ്കിലും പേക്കനാവാണെന്ന് പറഞ്ഞിരിക്കരുത്, ഒന്ന് തിരിഞ്ഞു കൊടുക്കുക. ഇവൾ ഉടൻ തന്നെ തിരിഞ്ഞു. സ്തോത്രം. അവൾ വിളിച്ച വിളി, യജമാനനെ, നീ അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. വെളുപ്പാൻ കാലത്ത് ഒരു സ്ത്രീ പറയാണ്, ആ ശരീരം, ആ ഡെഡ് ബോഡി ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. ഉടനെ കർത്താവ് വിളിച്ച വിളി എന്താണെന്നറിയാമോ? മറിയേ എന്നാണ് വിളിച്ചത്. ഉടനെ അവർക്ക് കാര്യം മനസ്സിലായി. റബൂനി, യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് വ്യത്യസ്തത തോന്നിയില്ല.
ആ പഴയ ശബ്ദം മറിയേ എന്നുള്ള വിളി. അപ്പൊ മറിയ തിരിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടു. ഇനി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. അടുത്തയാള്. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുംകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. നോക്കണമേ, അബ്രഹാം മോറിയാമലയിൽ യാഗം കഴിക്കാൻ തക്കൊന്നും പോയതാണ്. തന്റെ മകനെ യാഗം കഴിക്കാൻ പോയതാണ്. താനാ യാഗം മകന്റെ തല വെട്ടി മാറ്റിയനെ. കത്തിയെടുത്തപ്പോൾ അബ്രഹാമി ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കാതുകൊണ്ട് നിന്റെ ഇറക്കം, നിന്റെ ദർശനം, നിന്റെ വിശ്വാസം ശരിയാണെന്ന് ഇപ്പോൾ ഞാൻ നിന്നെ അറിയുന്നു. പരീക്ഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പരീക്ഷ വരുമ്പോൾ നമ്മൾ പിറുവിറുക്കരുത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അതെ, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം പിൻപുറത്ത് തിരിഞ്ഞു നോക്കി, തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാറ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടു. നമ്മുടെ ജോൺസൺ മോൻ അത് വായിച്ചപ്പോൾ എത്ര സ്ഫുടമായിട്ടാണ് വായിച്ചത്. നാളൊരു സഹോദരി വായിച്ചു, കൊമ്പുകാറ്റിൽ കുടുങ്ങി, കൊമ്പുകാടെന്നാണ് വായിച്ചത്. അതെ, അല്ലെ അടുമ്പക്കാട് എന്നൊക്കെ പറയുന്ന പോലെ കൊമ്പുകാറ്റിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട്. ആ ജോൺസൺ മോനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൊമ്പ് കാറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടു. അതേ ഉടൻ തന്നെ ആ ആടിനെ കൊണ്ടുവന്ന് അത് യാഗം കഴിക്കാൻ തക്ക ഇടയായിത്തീർന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവിപ്പാൻ തക്കണം ഒക്കത്തുള്ളൂ. ആ കൊമ്പ് കാറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ചോദ്യം ചെയ്യാൻ തക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ചോദ്യം ചെയ്യാൻ തക്കണം വന്നു. നീ തച്ചന്റെ മകനല്ലയോ? നീ നീ എന്താണ് നീ തന്നെത്താൻ ദൈവമാക്കുന്നത്? ഇങ്ങനെയെല്ലാം ചോദ്യം ചെയ്ത് നീ അതേ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. നീ പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ടോ? നിനക്ക് 30 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാചകം അറിയാമോ? ഞാൻ അബ്രഹാമിന് മുൻപേ ഉള്ളവൻ. ആ ഒരു വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ എൻ്റെ ദിവസം കണ്ടു. എൻ്റെ ദിവസം കണ്ടുകൊണ്ട് ഉല്ലസിച്ചു. നിങ്ങൾക്ക് ഈ ഭാവമൊക്കെ അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴാണ് അബ്രഹാം ദൈവത്തിന്റെ ദിവസം കണ്ടത്? അബ്രഹാം എൻ്റെ ദിവസം കണ്ടു. എൻ്റെ ദിവസം കണ്ടുകൊണ്ട് അവൻ ഉല്ലസിച്ചു. അവർ കല്ലെറിയാൻ തുടങ്ങി. കല്ലെടുത്തു. കാരണം അബ്രഹാമിന് മുൻപേ ഉള്ളവനാണ് ഞാൻ. അവൻ എൻ്റെ ദിവസം കണ്ടു. എൻ്റെ ദിവസം കണ്ടുകൊണ്ട് ഉല്ലസിച്ചു. അതെപ്പോഴാണെന്നറിയാമോ? ഈ താൻ തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് പുറകിൽ ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച അവൻ കണ്ടത്. ദൂരത്ത് നിന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ നടക്കുന്ന ആ പരമയാഗത്തെയാണ് താൻ ദർശിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ എൻ്റെ ദിവസം കണ്ടു. എൻ്റെ ദിവസം കണ്ടതുകൊണ്ട് അവൻ ആനന്ദിച്ചു. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇവരെല്ലാവരും ദൂരത്തു നിന്നത് കണ്ടു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ മരിച്ചു. അബ്രഹാം പിൻപുറത്ത് അതേ തലപൊക്കി പുറകിൽ നോക്കിയപ്പോൾ കണ്ടതായ കാഴ്ച. ഇനി ഉൽപ്പത്തി 19:26 വായിച്ചേ. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭാവിച്ചു. നോക്കണമേ, ഒരു ദൈവദാസന്റെ ഭാര്യയാണ് ലോത്തിന്റെ ഭാര്യ. അവളോട് പറഞ്ഞു, നിങ്ങൾ പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ വായിക്കുന്നത് അവൾ പുറകോട്ട് നോക്കി. അവൾക്ക് സംഭവിച്ചെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ശബ്ദത്തെ അവൾ നിരാകരിച്ചു. നിങ്ങൾ ആരും കൈക്ക് പിടിച്ച് ഒരു ദൈവദാസന്റെ ഭാര്യ, നീതിമാന്റെ ഭാര്യ, വലഞ്ഞുപോയ നീതിമാനായ ലോത്തെന്നാണ് വായിക്കുന്നത്. നീതിമാന്റെ ഭാര്യയാണ്. നമ്മൾ ഒരു നീതിമാന്റെ ഭാര്യ, ഒരു പാസ്റ്ററുടെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും വിശേഷമില്ല. തിരിഞ്ഞു നോക്കിയാൽ, നോക്കരെന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് തിരിഞ്ഞ് നോക്കിയാൽ, ഛർദിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലെ പോയാൽ അതേ നമ്മുടെ ജീവിതത്തിൽ പരാജയമാണ് ഉണ്ടാകുന്നത്. അവൾ തിരിഞ്ഞു നോക്കി. അവൾ ആരായിരുന്നു? ഒന്ന്, നീതിമാന്റെ ഭാര്യ. 2, ദൂത് ശരിയായി ദൈവത്തിൽ നിന്ന് കേട്ടവളാ. ദൂത് പ്രവചനം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ദൂത് കേൾക്കാൻ. ഇവള് നല്ലപോലെ ദൂത് കേട്ടതാ. ആരോ? ദൂതന്മാരിൽ നിന്നാ കേട്ടതാ. 3, അവൾ ദൂതന്മാരെ സൽക്കരിച്ചവളാ. ആ സൽക്കാരം എത്ര വലുതായിരുന്നു! ദൂതന്മാരെയൊക്കെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. 4, ദൈവദാസന്മാരുടെ അതേ ദൂതന്മാരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്ന
അപ്പൊ എത്ര ഗുണവിശേഷമാണ് ലോകത്തിന്റെ ഭാര്യയ്ക്കുള്ളത്? ഒന്ന് നീതിമാന്റെ ഭാര്യ, രണ്ട് ദൂത്, ഇഷ്ടംപോലെ ദൂത് കേട്ടതാ, എസ്കറ്റോളജി എന്നുള്ള വിഷയമായിരുന്നു ദൂത് കേട്ടവള്, മൂന്ന് സൽക്കരിച്ചവള്, ദൂതന്മാരെ സൽക്കരിച്ചവള്, നാല് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തവള്, ദൂതന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കരം കൊടുത്ത് പിടിച്ച് വെളിയിൽ കൊണ്ടുവന്നോളാം. ഇവക്ക് എന്തെല്ലാം പാരമ്പര്യം പറയാനുണ്ട്. പക്ഷെ എന്തോ സംഭവിച്ചു? ദൈവത്തിന്റെ രക്ഷയെ അഗണ്യമായി വിചാരിച്ചു, പുറകോട്ട് നോക്കി. നമ്മൾ നോക്കരുത് എന്ന് പറയുന്ന സ്ഥാനത്ത്, തിരിഞ്ഞു പോരുത് എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ തിരിയാതിരുന്നെങ്കിൽ മാത്രമേ അത് ദൈവ ജീവരക്ഷ പ്രാപിക്കാൻ തക്കണം സാധിക്കത്തുള്ളൂ. ഇനി കർത്താവായ യേശുക്രിസ്തു തിരിഞ്ഞ സന്ദർഭമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരിഞ്ഞു നോക്കിയ സന്ദർഭമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 23-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. 23 യോഹന്നാന്റെ സുവിശേഷം യെരൂശലേമിൽ നിങ്ങളെ വാക്യം കണ്ടുപിടിച്ചാണ്. യേശു തിരിഞ്ഞു. ശരിയാ പറഞ്ഞ 23-ാം അധ്യായം ഇല്ല. യെരൂശലേമേ എന്തോ 21-20 പാസ്റ്റർ? യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലിച്ചവളെ, ആ വാക്യം കണ്ടുപിടിച്ചോണേ, ഞാൻ എഴുതി തെറ്റിപ്പോയി. യെരൂശലേമേ യേശു തിരിഞ്ഞു പറഞ്ഞ വാചകമാണ്. യെരൂശലേമേ അല്ല, യെരൂശലേം പുത്രി യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സന്ദർഭത്തിൽ, യെരൂശലേമേ അതല്ല, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഒരു കൂട്ടം യെരൂശലേം പുത്രിമാർ കരഞ്ഞ് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തു തിരിഞ്ഞവരെ നോക്കിയെന്നാണ് ഇരിക്കുന്നത്. അതാണ് ആ ക്രൂശ് വഹിച്ചുകൊണ്ട് പോയ ആ ഭാഗത്ത് നമുക്ക് ആ വാക്യം കാണാതെ കൊണ്ട് കഴിയും. യേശു തിരിഞ്ഞു അവരോട് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവീൻ. അവിടെ വായിക്കുന്നത് യേശു തിരിഞ്ഞെന്നാ വായിക്കുന്നത്. തിരിഞ്ഞ് അല്ലേ? കണ്ടോ? യേശു തിരിഞ്ഞ് നോക്കിയിട്ട് പറയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 61-ാമത്തെ വാക്യത്തിൽ യേശു തിരിഞ്ഞു നോക്കിയതായിട്ട് കാണുന്നു. വായിച്ചാട്ടെ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളി പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. യേശു തിരിഞ്ഞു നോക്കി പത്രോസിനോട് പറഞ്ഞു. അതെ, തിരിഞ്ഞു നോക്കിയെന്നാ വായിക്കുന്നത്. ഈ രാത്രിയിൽ കോഴി കൂകുമ്പോ നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയും. അവൻ നടുമുറ്റത്ത് കയറി അവരോട് ഇരുന്ന് തീ കായുകയാണ്. 2-3 പേര് വന്ന് പറഞ്ഞു, നീയും ആ മനുഷ്യനെ കൂടെ ഉള്ളവനായിരുന്നു, നീ ഗലീലക്കാരനാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ 3 പ്രാവശ്യം പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. ഉടൻ തന്നെ യേശു തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. നിങ്ങൾ നാലിച്ച് നോക്കണമേ, ആ തിരിഞ്ഞു നോട്ടം പത്രോസിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവടിയായി. യൂദായുടെയും പത്രോസിന്റെയും പാപം ഒന്ന് തന്നെയാണ്. യൂദായും യേശുവിനെ തള്ളി പറഞ്ഞു. യൂദാ പോയി അനുദപിച്ച് കെട്ടി ഞാൻ നിയാകുകയായിരുന്നു. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ യേശു ഒന്ന് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോട്ടത്തിൽ അവൻ അതിദുഃഖത്തോടെ, യേശു പറഞ്ഞ വാക്കോർത്ത് അതിദുഃഖത്തോടെ താൻ അവിടെ അത് തലയിടിച്ച് കരയുവാൻ തക്കനൊടിയായി അവൻ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നു. യേശുവിന്റെ തിരിഞ്ഞു നോട്ടം എത്ര പ്രത്യേകമായിരുന്നു. ഇവിടെ പത്മോസ് ദ്വീപിൽ കിടക്കുന്ന യോഹന്നാൻ, അതേ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയത്തീര, സർദീസ്, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്ക എന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു എന്നാണ് വായിക്കുന്നത്. അത് പുറകിൽ കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയ സന്ദർഭത്തിൽ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. യോഹന്നാൻ ഈ ലോകത്തിലായിരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ അല്ലായിരുന്നു യേശുവിന്റെ രൂപം. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയിൽ കയറിയ കാര്യം മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ? അവിടെ കയറി തന്റെ ശരീരത്തിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അതേ താബോർ മലയുടെ മുകളിൽ കയറി, രൂപാന്തര മലയുടെ മുകളിൽ. ആ മലയിൽ കയറിയപ്പോൾ തന്റെ തെരശ്ശീലയുടെ അല്പം ഭാഗം എടുത്തൊന്ന് മാറ്റിയപ്പോൾ അവിടെ വായിക്കുന്ന ഭൂമിയിൽ ഒരാൾക്കാരനെ കൊണ്ട് പോലും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ദേഹം വെണ്മയായി തീർന്നു, ശരീരം വെണ്മയായി തീർന്നു. അതെ, അവന്റെ വസ്ത്രം വെണ്മയായി തീർന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അവിടെ ഒന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതിന്റെ മുമ്പിൽ അവർക്ക് നിൽപ്പാൻ കഴിയാതെ വണ്ണം അവർ ബോധം കെട്ട് നിലത്ത് വീണായി നമ്മൾ നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്. എന്നാൽ ഈ ലോകത്തിൽ യേശു ക്രിസ്തു വരുന്ന സന്ദർഭത്തിൽ ഈ നിലയിലല്ല അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്.
അവരുടെ ഭക്ഷണം കഴിച്ചത്. ദാഹിച്ചപ്പോൾ അവന് ദാഹമുണ്ടായിരുന്നു, അവന് ഉറക്കമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ഷീണമുണ്ടായിരുന്നു. ആ താഴ്ചയുള്ള ശരീരത്തിലാണ് ഈ യോഹന്നാനും പത്രോസും ഒക്കെ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട, വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പത്രോസ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ വായിക്കുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെയാണ് കാണിക്കുന്നത്. സമാഗമന കൂടാരം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 7 ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിൽ പ്രാകാരത്തിൽ അവിടെ വായിക്കുന്നു യാഗപീഠം ഉണ്ടായിരുന്നു. അവിടെ താമ്രത്തൊട്ടി ഉണ്ടായിരുന്നു, യാഗപീഠം. വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠം ഉണ്ടായിരുന്നു, കാഴ്ചയപ്പത്തിന്റെ മേശ ഉണ്ടായിരുന്നു, കവര വിളക്കുണ്ടായിരുന്നു. ആ കവര വിളക്ക് ഒരു തണ്ടിൽ തന്നെ നിൽക്കുന്ന, ഒരു തണ്ട് നേരെ പോകും, ബാക്കി 3 കവര ഒരു വശത്തും 3 കവരം വേറൊരു വസ്തുവായിരുന്നു. എന്നാൽ ഇവിടെ കാണുന്ന ഈ നിലവിളക്ക് 7 പൊൻ നിലവിളക്കുകളാണ്. ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾ ചിന്തിക്കണം. അവിടെ വിശുദ്ധ സ്ഥലത്തുള്ള കവര വിളക്കിട്ട് ഒരു തണ്ട് നേരെ ഇങ്ങനെ പോകും, 3 ശാഖകൾ ഒരു വശത്ത്, 3 ശാഖകൾ ഒരു വശത്ത്. അപ്പൊ ഒരു തണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ കാണുന്ന 7, അതിവിടെ വായിക്കുന്നു 7 നിലവിളക്ക് എന്ന് പറഞ്ഞ സ്വന്തമായി നിൽക്കുന്ന നിലവിളക്കാണ്. സഭ സ്വതന്ത്ര സഭയാണെന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, അവിടെ വായിക്കുന്നത് ഓരോ സഭയും സ്വതന്ത്ര സഭയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് തല. ആ ക്രിസ്തുവിനാണ് അതേ സഭയുടെ നിലനിൽപ്പ് എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ 7 സഭകൾ മാത്രമേ കാണുന്നുള്ളൂ, ദൂതറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഓരോ സഭയ്ക്കും ദൂത് കൊടുക്കുമ്പോൾ എഫെസോസ് സഭയുടെ ദൂതന് എഴുതുക. അവസാനിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പെഡോഗയിൽ പാഷ ലാലു ആരംഭിച്ചിരിക്കുന്ന ആ സഭ അതെ ഒരു നിലവിളക്കായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഓരോ സ്ഥലത്തുള്ള സഭകൾ ഓരോ നിലവിളക്കാണ്. ആ നിലവിളക്കയുടെ നടുവിൽ ആണ് കർത്താവ് വന്ന് നിൽക്കുന്നത്. അതേ, ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ സഭയുടെ മേൽ ആധിപത്യം നടത്തുവാനോ അതേ പട്ടാളച്ചിട്ട് നടത്തുവാനോ നമുക്ക് അധികാരമില്ല. സകലത്തിന്റെയും തല, എല്ലാ സഭയുടെയും തല കർത്താവായ യേശു ക്രിസ്തുവാണ്. സഭ ഒന്നേ ഉള്ളൂ, ഒറ്റ ഏക ശരീരം മാത്രമേ ഉള്ളൂ. എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന സഭകൾ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കുന്ന സഭകളാണ് എന്ന് നമ്മളെ ഈ ഭാഗം വിളിച്ചറിയിക്കുന്നു. കർത്താവിനെ കാണുന്നത് 7 സഭകളുടെ നടുവിലാണ്. ഇന്നും നമ്മുടെ സഭകളുടെ നടുവിൽ കർത്താവ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവ് നിലയങ്കി ധരിച്ചുകൊണ്ടാണ്. സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്ത് കാണുന്ന ഈ കവരവിളക്കുണ്ടല്ലോ, ആ കവരവിളക്കിന് എപ്പോഴും എണ്ണ കത്തിക്കൊണ്ടിരിക്കണം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ അവരോട് കൽപ്പിക്കുക. മക്കളമേ, ഇടിച്ചെടുത്തതാ തെളിവുള്ള ഒലിവെണ്ണ എപ്പോഴും ഈ വിളക്കിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം, കെടാൻ പാടില്ല. കാരണം പ്രാകാരത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശമാണ്. അതേ വിശുദ്ധ സ്ഥലത്ത് ഈ കവരവിളക്കിന്റെ പ്രകാശമാണ്. ആദിപരിശുദ്ധമുണ്ട്, അവിടെ 2 ഉപകരണമുള്ളത്. അതേ, അവിടെ വായിക്കുന്നത് പെട്ടകവും കൃപാസനവും. ഈ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ നിങ്ങൾ മറക്കരുത്. പ്രാകാരത്തിൽ താമ്രത്തൊട്ടി, യാഗപീഠം, 2 ഉപകരണങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യം വരും. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളാണ്. പഴയ നിയമകാലത്തെ കാര്യമാണ്. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങളാണ്. 1 ധൂപപീഠം, 2 കാഴ്ചയപ്പത്തിന്റെ മേശ, 3 നിലവിളക്ക്. ഇതാണ് ഈ നിലവിളക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിന്റെ പ്രകാശമാണ് പുരോഹിതന്മാർ അനുഭവിക്കുന്നത്. നമ്മൾ ആളുകൾ പഠിക്കുമ്പോൾ അത് എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കണം, അല്പസമയത്തല്ല. നമ്മുടെ സഭയിൽ നിലവിളക്ക് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കണം. അതിനെന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ
നമ്മുടെ നിലവിളക്കിൽ, നമ്മുടെ സഭയിൽ അതേ കടന്നു വരണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരണം. അത് എപ്പോഴും ഉണ്ടായിരിക്കണം, അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അത് കെടാൻ തെക്കൊന്നും പാടില്ല. നമ്മുടെ സഭ കെട്ടുപോകരുത്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ നിലവിളക്കുകൾ ഓർപ്പിക്കുന്നത്. അതിപരിശുദ്ധത്തെ പ്രകാശം വിളക്ക് കത്തിച്ചിട്ടുള്ള പ്രകാശമല്ല, അവിടെ ദൈവത്തിന്റെ തേജസ്സാണ്. ഷക്കീന. ഈ ദൈവ തേജസ് അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ യേശുവിനെ എവിടാണ് കാണുന്നത്? നിലവിളക്കളുടെ നടുവിൽ കാണുന്ന യേശു. നമുക്ക് ആ വ്യാഖ്യാനം ശരിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. യേശു പിന്നെ എപ്പോഴും പ്രാധാന്യമുള്ളത് നടുവിൽ എന്നുള്ളതാണ്. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ അവർ അവനെ പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. ഇരു കള്ളന്മാരുടെ നടുവിലാണ് അവനെ ക്രൂശിച്ചത്. 2 കള്ളന്മാരുടെ നടുവിൽ. യേശുക്രിസ്തു പ്രധാന കള്ളനാണ് തെളിയിക്കാനാണ് 2 കള്ളന്മാരുടെ നടുവിൽ കൊണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. ഇരു കള്ളന്മാരുടെ നടുവിൽ. ഇപ്പോൾ നിലവിളക്കയുടെ നടുവിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കി യേശുക്രിസ്തു കള്ളന്മാരുടെ നടുവിൽ. ഈ യേശു കള്ളനാണെന്നും കള്ളന്മാരിൽ പ്രധാനിയാണെന്നും കാണിക്കാനാണ് ഈ നടുസ്ഥാനം കൊണ്ട് കൊടുത്തത്. അവിടുന്ന് താൻ താഴോട്ട് നോക്കി, മുകളിലോട്ട് നോക്കി, വശത്തോട്ട് നോക്കി. താഴോട്ട് നോക്കിയ സന്ദർഭത്തിൽ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അത് യേശുവിന്റെ മറിയ അമ്മ വന്നവിടെ നിൽക്കുന്നു. യോഹന്നാൻ വന്നവിടെ നിൽക്കുന്നു. താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. മറിയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യേശു ലോകത്തിലായിരുന്നപ്പോൾ മറിയാമിനെ ഒരിക്കലും അമ്മയെ എന്ന് വിളിച്ചിട്ടില്ല. എപ്പോഴും വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ്. സ്ത്രീയെ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ബഹുമാന പദമാണ്. സ്ത്രീയെ എപ്പോഴും അമ്മേ, എൻ്റെ അമ്മ ആരാണെന്നാണ് ചോദിച്ചത്. എൻ്റെ അപ്പൻ ആരാണ് എന്നാണ് ചോദിച്ചത്. എൻ്റെ അപ്പനും അമ്മ എന്നെ തിരക്കെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ആര്, എൻ്റെ അപ്പൻ ആര്? ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയെ നോക്കിയിട്ട് പറഞ്ഞു, സ്ത്രീയെ, ഇതാണ് നിന്റെ മകൻ. യോഹന്നാനെ, ഇതാണ് നിന്റെ അമ്മ. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവിടെ സ്വീകരിച്ചു. ഇനിയും യേശു ക്രിസ്തു വശങ്ങളിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ ഒരു കള്ളൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചിരുമ്പോൾ എന്നെയും ഓർത്തോളണമേ. ഉടൻ മറുപടി, ഇന്ന് നീ എന്നോട് പർദീസായിരിക്കും. യേശു മുകളിലേക്ക് നോക്കി, പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. കാൽവരി ക്രൂശിൽ 7 മൊഴികൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. ആ 7 മൊഴികൾ ക്രൂശിന് മുൻപ് പറഞ്ഞതും ക്രൂശിന് ശേഷം പറഞ്ഞതും. യേശു ആദ്യം ക്രൂശിൽ കയറിയ സന്ദർഭത്തിൽ ആദ്യം വിളിച്ചത് ഈ നടുവിൽ കടന്നോടാന്ന് ഓർക്കണം. നടുവിലത്തെ പ്രാധാന്യം. ആദ്യം വിളിച്ച പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അവസാനം വിളിച്ചതും പിതാവേ എന്നാ. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രണ്ടാമത് വിളിച്ചത്, നീ ഇന്ന് എന്നോട് പർദീസായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആരാ? കള്ളനോട് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞ മൊഴിയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. 7 മൊഴികളുടെ നടുക്ക് പറഞ്ഞ വാചകമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. 7 മൊഴികൾ മുറയ്ക്ക് നിങ്ങൾക്കറിയാമോ? ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആദ്യം പറഞ്ഞ മൊഴിയാണ്, എനിക്ക് ദാഹിക്കുന്നു. 6ാമത് പറഞ്ഞ മൊഴിയാണ്, സകലവും നിവൃത്തിയായി. 7ാമത് പറഞ്ഞ മൊഴിയാണ്, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആരംഭത്തിൽ പിതാവേ എന്ന് വിളിച്ചു, അവസാനത്തിനും പിതാവേ എന്ന് വിളിച്ചു. ക്രൂശിന്റെ നടുവൊക്കെ കടന്നുകൊണ്ട് യേശു ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടാണ് പറഞ്ഞത്, സകലവും നിവൃത്തിയായി. ഞാൻ പറഞ്ഞു വന്നത് ഇരു കള്ളന്മാരുടെ നടുവിൽ. ഇനിയും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6ാമത്തെ വാക്യം വായിച്ചേ. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. നോക്കണമേ, മൂപ്പന്മാരുടെ നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ വിഷയം മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തുറപ്പാൻ ആരെയും കാണാൻ ചെന്നാണ്. ആരുണ്ട് ഈ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ? അതൊക്കെ നമ്മൾ പഠിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. ശാന്തമായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്കൊരു ബൈബിൾ സ്കൂൾ തുറക്കാൻ തക്കൊണ്ട് കഴിയും. ആരുണ്ട് ഈ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ എന്ന് ചോദിച്ചു. ആരെയും കാണാൻ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ അത്രയും കരണമെങ്കിൽ ഈ പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കുറെ കരഞ്ഞപ്പോൾ പറഞ്ഞു, യോഹന്നാൻ ഇനി കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര വെട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. യോഹന്നാൻ സന്തോഷമായി. ആരാണ്? താൻ നോക്കുകയാണ്. യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ കാണാൻ ഇങ്ങനെ നോക്കിയപ്പോൾ താൻ കാണുന്ന വിരുദ്ധമായിട്ടാണ്, നേരെ വിരുദ്ധമായിട്ടാണ്. 4 ജീവികളുടെയും
24 മൂപ്പന്മാരുടെ നടുവിൽ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തന്നോട് പറഞ്ഞ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന്. കുറെ കഴിഞ്ഞപ്പോ യോഹന്നാന്റെ കാര്യം മനസ്സിലായി. ഈ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം തന്നെയാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് ഈ പുസ്തകത്തിന് വേണ്ടി, ഈ ഭൂമിയുടെ ആധാരം വാങ്ങുവാൻ, ശത്രുവിന്റെ വീണ്ടെടുപ്പ് നടത്തുവാൻ, സാത്താന്റെ അടിമത്തിൽ വീണുപോയ ഈ ഭൂതലം വീണ്ടെടുക്കുവാൻ കൊണ്ട് ജയം പ്രാപിച്ചിരിക്കുന്നു. അത് വാങ്ങി ഉടനെ ഒരു പാടിയ പാട്ട് ഈ ഭൂമിയെ കുറിച്ചാണ്. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും വാക്കി വെച്ചു, ഞങ്ങൾ ഭൂമിയിൽ വാഴും. അപ്പം ഭൂതലം സംബന്ധിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. യേശു അവിടെ 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും നടുവിൽ നിൽക്കുന്ന കർത്താവ്. അതാണ് സഭയുടെ നടുവിലാണ് കർത്താവ്. ആ 4 ജീവികളും 24 മൂപ്പന്മാരും എന്ന് പറയുന്നത് 4 ജീവികൾ ദൂതവർഗത്തിൽപ്പെട്ടവരാണ്. ആ 4 ജീവികളുടെ വരാൻ കാരണം, ആ ജീവിയെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, 1-ാം ജീവി സിംഹത്തോട് സദൃശ്യം, 2-ാം ജീവി കാളയുടെ മുഖമുള്ളത്, 3-ാം ജീവി മനുഷ്യ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. യേശു ക്രിസ്തുവിന്റെ 4 ചതുർ സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, യേശു രാജാവാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതല്ലേ മത്തായി പറഞ്ഞത്, യഹൂദന്മാർ രാജാവായി പിറന്നവനെവിടെ? മത്തായി സുവിശേഷം യേശു ക്രിസ്തു രാജാവാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 2-ാം ജീവി കാളയുടെ മുഖമുള്ളത്, കാള ദാസ്യത്തെ കാണിക്കുന്നു. മർക്കോസ് യേശു ദാസനാണെന്ന് വെളിപ്പെടുത്തി. 3-ാം ജീവി മനുഷ്യന്റെ മുഖമുള്ളത്, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്ന് മനുഷ്യത്വം വെളിപ്പെടുത്തുന്നു. യേശു മനുഷ്യനായതിനെ, അതിനെയാണ് ലൂക്കോസിന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു മനുഷ്യപുത്രൻ, മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനായിട്ടാണ് ലൂക്കോസ് സുവിശേഷം എഴുതുന്നത്. 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. അതേ കഴുകൻ, ഉയർന്നു പറക്കുന്ന ആ കഴുകൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കും, ദൈവമാണെന്ന്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ അവൻ ദൈവമാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ 4 ജീവികൾ യേശു ക്രിസ്തുവിന്റെ 4 രാജാവാണ്, ദാസനാണ്, മനുഷ്യനാണ്, ദൈവമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ 4 ജീവികൾ. അവർ സഭയിൽപ്പെട്ട ആൾക്കാരല്ല. എന്നാൽ 24 മൂപ്പന്മാരുണ്ടല്ലോ, അവര് സഭയ്ക്ക് നിദർശനമായി നിൽക്കുന്നതാണ് 24 മൂപ്പന്മാർ. അവർ നടുവിൽ അതെങ്ങനെയാ പാസ്റ്റർ 24 മൂപ്പന്മാർ സഭയാകുന്നെന്ന് ഒരു ചോദ്യം ചോദിക്കാം. അവർ ഇരിക്കുന്ന ഇരിപ്പ് സിംഹാസനത്തിലാണ്. അവരുടെ തലയിരിക്കുന്ന കിരീടം, അവർ രാജാക്കന്മാരാണെന്ന് വിളിക്കുന്നു. 2 കൂട്ടം കാര്യമാണ്. അവരിയ്ക്കുന്ന സിംഹാസനം, അവരുടെ തലയിലെ കിരീടം, അവർ രാജാക്കന്മാരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം, വെള്ള നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അവരുടെ കയ്യിലുള്ള ധൂപകലശം, അവർ പുരോഹിതന്മാരാണെന്ന് വിളിച്ചറിയിക്കുന്നു. ഇനി 3-ാമത്, അവർ പാടുന്ന പാട്ട് വീണ്ടെടുപ്പിന്റെ പാട്ടാണ്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടു കഴിയുമ്പോൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് സഭ എടുക്കപ്പെടുന്നത്. ആ സഭയുടെ നടുവിൽ നമ്മുടെ കുഞ്ഞാട് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി 24 എന്നുള്ള സംഖ്യ കൊണ്ട് വിഭജിക്കാൻ കാരണം, നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പുതിയ യെരൂശലേം കാണുന്നില്ലേ? ആ പുതിയ യെരൂശലേമാണ് കർത്താവിന്റെ മണവാട്ടി. അതൊരു കെട്ടിടമായിട്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത്, പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് ചേർത്തോളൂ എന്ന് പറഞ്ഞില്ലേ? ആ കെട്ടിടമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ കെട്ടിടത്തിന്റെ ആ 21-ാം അധ്യായം വായിച്ചാൽ 12 ഗോത്രങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സഭയാകുന്ന മണവാട്ടിയില് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെട്ടിരിക്കുന്നു. അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. പുതിയ നിയമസഭ മാത്രമാണ് മണവാട്ടി എന്ന് പറയുന്നവരുണ്ട്. 144,000 മണവാട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ പുതിയ യെരൂശലേം 21-ാം അധ്യായം വായിച്ചു നോക്കിയാൽ 12 ഗോത്രങ്ങളുടെ പേരോട് വിളിച്ചിരിക്കുന്നു, 12 അപ്പോസ്തലന്മാരുടെ പേരോട് വിളിച്ചിരിക്കുന്നു. പഴയ നിയമസഭയും പുതിയ നിയമസഭയും, പഴയ നിയമവിശ്വാസനും പുതിയ നിയമവിശ്വാസം ഉൾപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭയാകുന്ന മണവാട്ടി. അതിനെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ 24 മൂപ്പന്മാർ. ഇനി 1 ദിനവൃത്താന്തം 24-ാം അധ്യായം വാക്യം എഴുതിയിട്ടാൽ മതി. 1 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിൽ അവിടെ അത് ശലോമോൻ രാജാവ് പണിത ദേവാലയത്തിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെ 24 കൂറുകളായി തിരിച്ചിരുന്നു. 24 എന്നുള്ള കൂറ് എന്തിനെ കാണിക്കുന്നു? അവർ പുരോഹിതന്മാരാണെന്ന് തെളിയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ 4 ജീവികളും 24 മൂപ്പന്മാരുടെ നടുവിൽ കാണുന്ന കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
അതേ നടുവിലാണ്. അതെ സഭയുടെ അതേ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നടുവിൽ എപ്പോഴും ഉണ്ട്. ഇനിയും പഴയ നിയമ വിശുദ്ധന്മാർ അതേ മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്നില്ലെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് അവസാനത്തിൽ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. ആ ഏറ്റവും നല്ലതെന്ന് എന്നുള്ള വാക്യം മണവാട്ടി പദമാണെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. തെറ്റാണ്. അവിടെ ഏറ്റവും നല്ലതൊന്ന് എന്ന് പറയുന്നത് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ഏറ്റവും നല്ലതെന്ന് മുൻകരുതി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് പഴയ നിയമ വിശുദ്ധന്മാരും നമ്മളും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അവരാദ്യം പോവുകയല്ല, നമ്മളുടെ പോവുക. ഇനി പഴയ നിയമ വിശുദ്ധന്മാര് അവർക്ക് ക്രിസ്തുവിന്റെ മരണം അനുഭവിച്ചല്ലെന്ന് പറയാൻ ഒക്കുവോ? എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി മരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി മോശയെക്കുറിച്ച് വായിക്കുന്നത്, മിസ്രൈമിലെ നിന്നേക്കാൾ അല്ല, മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന ഏറ്റവും നല്ലതെന്ന് മോശ മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്തുവിന്റെ നിന്ന ഏറ്റെടുത്തത്. നമുക്കറിയാമേ. അപ്പൊ ക്രിസ്തുവിന്റെ നിന്ന വഹിച്ച മോശ എടുക്കപ്പെടുന്ന കൂട്ടത്തില്ലെന്നാണോ? ഇവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണ്. ഇവരെല്ലാവരും ദൂരത്തുനിന്ന് കണ്ടു, അഭിനന്ദിച്ചു, ഭൂമി തങ്ങൾ അന്യരും പരദേശങ്ങളിൽ നിന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. ഇനി പത്രോസിന്റെ 1-ാം ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 11 മുതൽ താഴോട്ട് വായിക്കുന്ന വേളയിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം പറഞ്ഞിട്ട് അവരുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, പുതിയ യെരൂശലേം അല്ലെങ്കിൽ മണവാട്ടി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പോകുന്ന കാന്ത പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന കാഴ്ചയാണ്. അവരിപ്പോ സ്വർഗത്തിൽ വന്ന കാഴ്ചയാണ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. അതിന്റെ നടുവിൽ കർത്താവുണ്ട്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഇനി മത്തായി സുവിശേഷം അതെ 18-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ച് അടുത്ത ആൾ വായിച്ച്. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2 or 3 പേർ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. ആ നടുവിലത്തെ പ്രാധാന്യം നോക്കണമേ. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ. ലോകത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ 2 പേർ കൂടുമ്പോൾ ഞാൻ നടുവ് വരാമെന്ന്? നമ്മുടെ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 2 or 3 പേർ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവുണ്ട്. കർത്താവിന് മധ്യസ്ഥാനം ഒരു പ്രത്യേകതയാണെന്ന് ഓർക്കണം. ഇനിയും വെളിപ്പാട് പുസ്തകം 22-1 വായിച്ച്. 22:1 വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും, നോക്കണമേ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന് കീഴിൽ നിന്ന്. ആ വീതിയുടെ നടുവിൽ എന്ന് പറയുന്നത് അതേ നിത്യതയിൽ ആ പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ നഗരത്തിന്റെ വീതി, നമുക്ക് ഇംഗ്ലീഷ് കൊടുത്ത സ്ട്രീറ്റ് എന്നാണ്. അതിന്റെ നടുവിൽ നമ്മുടെ കർത്താവുണ്ട്. നിത്യതയിലും നമ്മുടെ കർത്താവ് നടുവിൽ നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് ഈ ലോകത്ത് വെച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടിരിക്കും. കർത്താവിന്റെ പ്രധാന സ്ഥാനം വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന പളുങ്ക് പോലുള്ള ജീവജല നദി. അതിന്റെ വ്യാഖ്യാനമൊക്കെ പിന്നെ നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചേ. ശിഷ്യന്മാരുടെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. 2 പേരും നന്നായിട്ട് വായിച്ചെന്നുള്ളതാണ്. വാതിലടച്ചിരിക്കേ കേട്ടോ. ക്രിസ്തു നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അതിന് നടുവിൽ ചുറ്റുപാടെല്ലാം അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. വാതിലെല്ലാം അടച്ചിരിക്കുകയാണ്. റോമൻ ഗവൺമെന്റ് ഒരു പട്ടാളക്കാർ പോലും കയറാൻ പാടില്ലാതെ വണ്ണം രഹസ്യമായിട്ട് വാതിലടച്ച്, കാരണം ഇവര് യേശുവിന്റെ ശരീരം കട്ടുന്നു പോയെന്ന് പറഞ്ഞ് ഇവരുടെ മേൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശിഷ്യന്മാരുടെ മേൽ ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. അതിന്റെ ഇടയ്ക്ക് അപ്പൊ ഇവരൊന്നും എടുക്കലാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് ഇവർ പോയി ശവം എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അപ്പൊ ഇമാരെക്കാട്ടി പട്ടാളക്കാരെക്കാരും എടുക്കല്ലേ നമ്മുടെ പത്രോസൊക്കെ. അവരുടെ പേര് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏതാ? ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടില്ല, അവരുടെ
യേശുവിന്റെ ശവശരീരം കട്ടുകൊണ്ട് പോയെന്ന്, വേണ്ടുവോളം പണം കൊടുത്തിട്ട്. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അറസ്റ്റ് പേടിച്ച് വാതിലടച്ച് പേടിച്ചിരിക്കുമ്പോ അതിന്റെ നടുവിൽ കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനം. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലേ, കരയുന്ന ദൈവത്തിന്റെ പൈതലേ, സമാധാനമില്ലാത്ത ദൈവത്തിന്റെ പൈതലേ, നിന്റെ ചുറ്റുപാടുള്ള വാതിലെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ആരും നിന്നെ സഹായിക്കാനില്ല, ആരും നിന്നെ നോക്കാനില്ല, നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരൊറ്റ വ്യക്തികളില്ല. നിന്നെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചുറ്റുപാടെല്ലാം അടഞ്ഞു, നിന്റെ ബന്ധുക്കളുടെയും നിന്റെ നാട്ടുകാരുടെയും സഭക്കാരുടെയും എല്ലാം. അതേ മുൻപിൽ നിന്റെ വാതിൽ അടയ്ക്കപ്പെട്ട വാതിലാണെങ്കിലും നീ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ അതിന്റെ നടുവിൽ കടന്നു വന്ന് നിനക്ക് സമാധാനം തന്ന് നിന്നെ ഉയർത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ്. ഇവിടെ ഇനി നമുക്ക് അടുത്ത വിഷയത്തിൽ കടന്നില്ല. ഇവിടെ വായിക്കുന്നു, നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തേര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കാം എന്ന് കാഹളത്തിനൊത്ത ഒരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറുത്ത് പൊൻകെട്ട കെട്ടിയനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. യേശുക്രിസ്തുവിന്റെ 12 ദിവ്യവിശേഷങ്ങളാണ് നമ്മൾ അവിടുത്തെ ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ ഈ യോഹന്നാൻ കാണുന്ന കാഴ്ച മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനായിട്ട് വേറൊരു ഭാഗത്തൂടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെളിപ്പാട് 14:14 വായിച്ച്. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രനോട് സദൃശനായവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രനോട് സദൃശനായവൻ, ഈ പദം ആരോടാ പറഞ്ഞെന്നുള്ളത് നമുക്ക് അത് പഠിക്കുമ്പോൾ ചിന്തിക്കാം. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെ കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രനാണെന്നല്ല, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെ കണ്ടു എന്നാണ് വായിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യപുത്രൻ എന്നുള്ള പദം 2 സ്ഥലത്താണ് ഉപയോഗിച്ചിരിക്കുക. 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലും 14-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ. ഇവിടെയും മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഒരു പേരാണ് മനുഷ്യപുത്രൻ. യേശുക്രിസ്തു 4 അവകാശ പേരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാട്ടാണ് എൻ്റെ ഓർമ്മ. 1, അവൻ അബ്രഹാമിന്റെ പുത്രൻ. 2, അവൻ ദാവീദിന്റെ പുത്രൻ. 3, അവൻ മനുഷ്യപുത്രൻ. 4, അവൻ ദൈവത്തിന്റെ പുത്രൻ. ഈ 4 പേരുകൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഫലസ്തീൻ നാടിന്റെ അവകാശിയാണ്. അവൻ ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശിയാണ്. അവൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ആദാമ്യ ഗോളത്തിന് അവകാശിയാണ്. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗങ്ങൾക്ക് അവകാശിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ്, എന്നാൽ യേശു മനുഷ്യനായി. 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-6 വാക്യം വായിച്ചു. മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ വേണ്ടി മറുപടിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ, ക്രിസ്തുയേശു തന്നെ. മനുഷ്യനായ യേശുക്രിസ്തു നമ്മുടെ ദൈവം. യേശുക്രിസ്തു ദൈവമാണ്, ദൈവത്തോട് സമത്തുള്ളവനാണ്. അവൻ മനുഷ്യൻ ആയവനാണ്, മനുഷ്യ വേഷം താൻ എടുത്തതാണ്. ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ലായിരുന്നു യേശുക്രിസ്തുവിന്റെ ശരീരം. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ? ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടി കടന്നുപോയി. ആടുകളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ കടന്നുപോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ വേഷമെടുത്ത് മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ദൈവരൂപത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി എന്ന് വായിക്കുന്നു. യേശു ക്രിസ്തുവിനെ മനുഷ്യ പുത്രൻ എന്നുള്ള വാക്ക് ആവർത്തിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ പുത്രനാണെന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം യേശു തന്നെത്താൻ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 20:28 യേശു ആരാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 20-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തോമസ് അവനോട്, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു.
20-ാം യേശു അധ്യായം അവനോട് ആ വായിച്ചേ. യേശു അവനോട് എന്നെ കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. 20-ാം അധ്യായം യോഹന്നാൻ 28-ാം 20:28. 20-ാം അധ്യായം അതെ 28-ാം അതെ, വാക്യം. തോമസ് എന്റെ കർത്താവും എന്റെ തോമസ് അതെ പറഞ്ഞു. എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ദൈവവുമായുള്ളവേ. ഉത്തരം പറഞ്ഞു. എന്റെ കർത്താവും എന്റെ ദൈവമായിട്ടുള്ളവരെ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ പറയാൻ തക്ക വേണ്ടിയായിത്തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നില്ലയോ മനുഷ്യപുത്രൻ? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും ആ വാക്യാണോ? 31-ാമത്തെ വാക്യം. ഓക്കെ, ആ വാക്യം തെറ്റിപ്പോയി. ഓക്കെ, ഇനിയും ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നോക്കണമേ, കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് മനുഷ്യപുത്രൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. യേശു തന്നെ മത്തായിലാണ്, മത്തായി 20-ല്. ഓക്കെ, മത്തായി 20:28. ഞാൻ പറഞ്ഞ വാക്യം തെറ്റിപ്പോയി. ഞാൻ എഴുതിയ വാക്യം അത് തന്നെ, മത്തായി 20:28 വായിച്ചേ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് ധൃതിയിൽ ഈ വാക്യം എഴുതിയിട്ടാണ്, അതുകൊണ്ട് തെറ്റിപ്പത് ജോണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ ഒറിജിനൽ പേപ്പറിന്റെ അകത്ത് മത്തായി എന്നാ ഇവിടെ വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചാൽ മനെ. അതെ, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും യേശു തന്നെ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞു കാണും മനുഷ്യപുത്രൻ. യേശു മനുഷ്യപുത്രനാണെന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. അതേ അത് ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവസ്തോത്രം. മനുഷ്യപുത്രൻ എന്നുള്ള പദം പുതിയ നിയമത്തിൽ 79 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ളത് നിങ്ങൾ പുതിയ നിയമം അടുക്കാട്ട് വായിച്ചു നോക്കാമെങ്കിൽ 79 പ്രാവശ്യം യേശു ക്രിസ്തു മനുഷ്യപുത്രനാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ എഴുന്നേറ്റിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആരെങ്കിലും അവൻ മനുഷ്യപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ വ്യക്തിക്കെയും അല്ലെ ഇന്ന പാസ്റ്റർ മനുഷ്യപുത്രനാണെന്ന് ആ പദം ഉപയോഗിച്ചിട്ടുണ്ടോ? അത് യേശുവിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ദൈവമായിരുന്നവൻ മനുഷ്യന്റെ വേഷം എടുത്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് പറയാറുള്ളത്. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ കയറി ഹേ മനുഷ്യ എന്ന് വിളിക്കാറുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ആരും വിളിക്കാറില്ല, എനിക്കറിയാം. ഹേ മനുഷ്യ, നിങ്ങളോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചോദിക്കാൻ? എന്നാൽ മനുഷ്യപുത്രൻ എന്നുള്ള ആ പദത്തിന് യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് തന്നെ പറയുന്നത് ഞാൻ മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ രക്ഷിപ്പാനാണ് വന്നത്. മനുഷ്യപുത്രനാണെന്ന് അതേ വേദപുസ്തകം പുതിയ നിയമത്തിൽ 79 പ്രാവശ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച് നിർത്താൻ പോവുകയാണ്. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളിലൂടെ വരുന്നത് കണ്ടു. രാത്രി ദർശനത്തിൽ മനുഷ്യപുത്രനോട് സദൃശനായവൻ ഒരുവൻ വരുന്നത് കണ്ടു. പഴയ നിയമത്തിൽ 7-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്. 4 മൃഗങ്ങൾ കയറി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മൃഗങ്ങളുടെ ഒരു ഭാഗമാണത്. നമ്മളതൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ എത്ര വ്യക്തമായി നിറവേറിയെന്ന് മനസ്സിലാക്കാൻ തക്കണം കഴിയും. യേശു ക്രിസ്തു മനുഷ്യനായി മനുഷ്യപുത്രനാണ്. ഇനി സ്വർഗത്ത് ചെല്ലുമ്പോഴും തന്റെ മനുഷ്യത്വം പോകുന്നില്ല. അത് നിങ്ങൾ അറിയാമോ? സ്വർഗത്ത് ചെല്ലുമ്പോഴും യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുത്തില്ല. എബ്രായർ 2:14 മുതൽ വായിച്ചേ. ജഡരക്തങ്ങളോട് കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്നവരൊക്കെയും വിടുവിച്ചു. നോക്കണമേ, മക്കൾ ജഡരക്തങ്ങളോട് ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായിട്ടാണ് ഈ ലോകത്തിൽ കടന്നു വന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡമെടുത്തു. അത് ആദാമ്യ ജഡമല്ല, ആദാമിൽ കൂടി ഉണ്ടായ സന്താനം അല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ഒരു ശരീരമാണ്. തൻ്റെ ശരീരത്തിൽ കൂടെ
രക്തം ഓടിക്കൊണ്ടിരുന്നത് ആദാമ്യ രക്തമല്ല കേട്ടോ. ജഡരക്തങ്ങളോട് കൂടിയതായി ജനിച്ചത് അതൊരു പുണ്യാക രക്തമാണ്. ആദാമിൽ കൂടി ജനിച്ച ആദാമ്യ വംശപാരമ്പര്യത്തിൽ ജനിച്ച ശരീരമല്ല യേശുക്രിസ്തുവിന്റെ ശരീരം. അതുകൊണ്ടാണ് ഇത് പുണ്യാക രക്തമായിട്ട് മാറിയത്. നമ്മുടെ രക്തം പുണ്യാക രക്തമാണോ? അല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം പാപമില്ലാത്ത രക്തമായിരുന്നു, നിഷ്കളങ്കമായ രക്തമായിരുന്നു, വിലയേറിയ രക്തമായിരുന്നു. ആ പ്രത്യേകമായി ഒരുക്കിയ ഒരു ശരീരമായിരുന്നു. നീ എനിക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കിയിരുന്നു. ഇവിടെ വായിക്കുന്നു, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ കണ്ടു എന്ന് വായിക്കുന്നു. ഇനിയും 2 വാക്യം കൂടെ വായിച്ച് നമ്മൾ നിർത്താൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ 5. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അതെ, 25-ാമത്തെ വാക്യം. അത് ഒന്നൂടെ വായിച്ചാൽ മോനെ നിർത്താൻ പോവാ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിപ്പാൻ പോകുന്ന നാഴികയും വരുന്നു. ഇനി 27-ാമത്തെ വാക്യം വായിച്ചു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. നോക്കണമേ, ആദ്യമേ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രൻ, കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ തന്റെ കാഹളം തൊടിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേക്കാൻ തക്കണം നാഴിക വന്നിരിക്കുന്നു. ഇനി അടുത്തായിട്ട് വായിക്കുന്ന, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്താനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ നിർത്താൻ പോവുകയാണ്. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ 79 പ്രാവശ്യം അതേ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തൊരു ഒറ്റ വ്യക്തിക്കും മനുഷ്യപുത്രൻ എന്നുള്ള പേര് കൊടുത്തിട്ടില്ല. അത് യേശുവിന് മാത്രമേ ഉള്ളൂ. അവൻ ജഡമെടുത്ത് ദൈവമായ കർത്താവ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ആ ജഡത്തോടുകൂടി വന്ന് ഈ ലോകത്തിൽ ആ ശരീരത്തോടു ഓടിയ രക്തം ആദാമ്യ രക്തമല്ല, പുണ്യാക രക്തമാണ്. പ്രത്യേകം ഒരുക്കിയൊരു ശരീരമാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരവുമായി വസിക്കുന്നത്. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. എന്നാൽ യോഹന്നാൻ കണ്ടപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ കണ്ടു. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും പിതാവ്, ആത്മാവ്, പരിശുദ്ധാത്മാവ്, നമ്മൾ തൃത്വത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ യേശുവിനെ നോക്കുമ്പോൾ മനുഷ്യ മുഖത്തോട് നിൽക്കുന്ന യേശുവിനെയാണ് കാണാൻ കഴിയുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും തന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നില്ല. അതാരും വിചാരിക്കരുത്. താൻ എടുത്ത രൂപം, ദൈവം കൊടുത്ത ശരീരം, ആ മനുഷ്യത്വം ഇന്നും സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ മനുഷ്യത്വം നമുക്ക് കാണാൻ തക്കേണ്ടിയായി തരും. അടുത്ത ആഴ്ചയിൽ യേശുക്രിസ്തുവിന്റെ 12 ദിവ്യവിശേഷങ്ങളെ അടുക്കടുക്കായി പഠിക്കാൻ പോവുകയാണ്. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രിയിലും ദൈവം വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രായത്തിലും കർത്താവിന്റെ വചനം വളരെ സത്യസന്ധതയോടെ ഉത്സാഹത്തോടെ പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം കരങ്ങളിലെടുക്കുന്നു. നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. ഞാൻ നമ്മുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. സ്തോത്രം. എങ്കിലും സൂമിനകത്ത് നമ്മളത് കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ പാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ പറയട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് US യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഓർഡിനേഷൻ ശനിയാഴ്ചയാണ്. ഞാൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം വരുമോ ഇല്ലൊന്നും അറിയിച്ചിട്ടില്ല. നമ്മുടെ പാസ്റ്റർ ഡോക്ടർ സാക്ക് വർഗീസ് തുൾസായിൽ നിന്ന് ശനിയാഴ്ച കടന്നു വരുന്നുണ്ട്. പാസ്റ്റർ ലാലുവിന്റെ ഓർഡിനേഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാവുന്നതാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് ഉള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം വീണ്ടും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. നിന്റെ ദാസനെ ശക്തിയോടെ ഉപയോഗിച്ചതിന് വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനും
അങ്ങയുടെ നാമത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിച്ച എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ കൃപയാൽ എല്ലാവരും നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്രയാകുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, തന്റെ യാത്രയെ സഹായിക്കണം, ദൂതന്മാരുടെ കാവലിൽ സൂക്ഷിക്കണം, സന്തോഷത്തോടെ കടന്നു വന്ന സമാധാനത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് മനസ്സറിയണം. വലിയ ജീവിതത്തിന്റെ ദിവസം ഞങ്ങൾക്ക് തരണം. കർത്താവിന്റെ കൃപയെ ഞങ്ങളെല്ലാം ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കത്തെ തരണം, കൃപയിൽ സൂക്ഷിക്കണം. വീണ്ടും കാണുവോളം കൃപയിൽ പരിപാലിച്ചാട്ട് പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന വിശുദ്ധന്മാരുടെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോട് കൂടെയും നമ്മുടെ ബൈബിൾ കോളേജിനോട് കൂടെയും ഇന്നും ഓരോന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവരെയും സഹായിക്കട്ടെ. നാളത്തെ ക്ലാസ്സിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നാളത്തെ ക്ലാസ് നമ്മുടെ പാസ്റ്റർ മാത്യു പി തോമസ് എടുക്കുന്നതായിരിക്കും. പ്രിയ ഷാജന് എന്തോ അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മിസ് ചെയ്യാതെ പാസ്റ്റർ മാത്യു പി തോമസ് തിയോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി എടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ശനിയാഴ്ച നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല, നമ്മുടെ ഈ ഓർഡിനേഷൻ സർവീസ് നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. എല്ലാ സഹകരണത്തിനും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ വഹിക്കണം, ഈ പ്രസ്ഥാനത്തെ വഹിക്കണം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. താങ്ക് യു.